ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആലപ്പുഴയിലെ കല്യാൺ ജുവലേഴ്സിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. കുറേ പേർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അതൊക്കെ. അപ്പം ഞങ്ങൾ ഇന്നലെ കല്യാണിൽ പോയായിരുന്നു. അപ്പം അവിടുത്തെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ തുണിക്കടയിലൊക്കെ കയറി തുണികൾ ഇങ്ങനെ തപ്പി നടക്കുന്ന നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേഷ്യമുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും അല്ല, ചിലവർക്ക്. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഏതാഗ്രഹവും സാധിക്കുന്ന ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. കുഞ്ഞു കാര്യമാണ്, ചെറിയ കാര്യമാണ്, അത് പറഞ്ഞുതരാം. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം എന്തെങ്കിലും ഒരു കാര്യം വിചാരിക്കുന്നു, ഇപ്പം ജസ്റ്റ് ജോലി ആയിക്കോട്ടെ, കിട്ടുന്നു, നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാണ്ട് നമ്മുടെ ജോലി ശരിയാകുന്നില്ല. പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് ഏത് നേരം ഓരോ കുഞ്ഞു അസുഖങ്ങൾ വന്നിട്ട് നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും 100 പ്രശ്നങ്ങളുണ്ടല്ലോ. കട ബാധ്യത കൊണ്ട് കുറേ വലയുന്നവരുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്ത് തന്നെ പ്രശ്നമായാലും അതെല്ലാം നമുക്ക് പരിഹരിക്കാനായിട്ട് ഈ ചെറിയ ടിപ്പിലൂടെ നമുക്ക് കഴിയും. അപ്പം അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ആലപ്പുഴയിലെ കല്യാൺ സിൽക്കിൻ്റെ ഷോറൂം. അപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് അധികം ദൂരമൊന്നും ഇല്ല ഇതിന്. അപ്പം കോടതിയുടെ അടുത്തായിട്ട് വരും ഇത്. അപ്പം ഞങ്ങൾ ഇവിടെ എത്തി. അപ്പം ഇവിടെ മോനൊരു മുണ്ട് നോക്കാനൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പം നമ്മൾ ഷർട്ടും സാരിയും എല്ലാം നോക്കുമല്ലോ. നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും തുണിക്കടയിൽ കയറി കഴിയുമ്പോഴത്തേക്കും നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രാന്താണല്ലേ. അവരെ ഉച്ചേട്ടൻ ഒരു ഷർട്ടും തപ്പി നടക്കുവാണിങ്ങനെ. തപ്പി നടന്ന് തന്നെ നമ്മുടെ സമയം പോവും. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുണ്ട് എനിക്കിതിനകത്ത്. ഇവിടുത്തെ സ്റ്റാഫ് ഒരുപാട് നമ്മളുമായിട്ട് അങ്ങ് എന്താ പറയുന്നത്, നമ്മൾ ഒന്നും അറിയേണ്ടതില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുണി എടുക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ബാക്കി അവർ ബില്ല് ചെയ്യുന്നു എല്ലാം അവർ തന്നെ. സ്റ്റാഫ് നമ്മുടെ കൂടെ നടന്ന് എന്താ വേണ്ടേ എന്നും ചോദിച്ചിട്ട് നമ്മുടെ കൂടെ അവർ നടക്കും കേട്ടോ. നല്ല സഹകരണമാണ് അവരുടെ, ഒന്നും പറയാനില്ല. ചില കടകളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ മൈൻഡ് ചെയ്യത്തില്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനല്ല കേട്ടോ. നല്ല സൂപ്പറാണ്. എല്ലാവരുടെയും പെരുമാറ്റം നല്ല അടിപൊളിയാണ്. നമുക്ക് അവിടുന്ന് ഞങ്ങൾ ഷർട്ടും ഒരു മുണ്ടും പിന്നെന്തോ കുറച്ച് സാധനങ്ങളും കൂടെയൊക്കെ ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചു കേട്ടോ. വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് നമുക്ക് കൂപ്പൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂപ്പൺ നമ്മൾ ഫില്ല് ചെയ്ത് അവിടെ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫില്ല് ചെയ്തിട്ട് കഴിയുമ്പോൾ ചിലയിടത്തൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഈ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. 2500 രൂപയെന്നോ ഏതാണ്ട് പറഞ്ഞു. പക്ഷേങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള തുണികളാണ് കേട്ടോ. നമുക്ക് ഇഷ്ടംമാതിരി വെറൈറ്റി ഒക്കെ ഉണ്ട്. കോട്ടയത്തും ഉണ്ടല്ലോ കല്യാൺ. അപ്പം ആലപ്പുഴയിലില്ലായിരുന്നു. ഇപ്പം ആലപ്പുഴക്കാർക്ക് ഇപ്രാവശ്യം ഓണം സമ്മാനമായിട്ട് കല്യാൺ ജുവലേഴ്സ് വന്നു. പക്ഷെ അവിടെ എന്തൊരു തിരക്കായിരുന്നു കേട്ടോ. ഈ നമ്മുടെ സുരേഷ് ഗോപി സാറായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. ഇതപ്പം കൂപ്പണൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പം രഘുചേട്ടൻ കൂപ്പണൊക്കെ ഉണ്ടല്ലോ ഫില്ല് ചെയ്തിടുവാണ്. കിട്ടിയാ എന്ത് ചെയ്യുമല്ലേ, പറയാൻ പറ്റത്തില്ല. കാറായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പം ഞങ്ങൾ തുണിയെല്ലാം എടുത്ത് ജസ്റ്റ് അവിടെ വന്നിട്ട് രഘുചേട്ടൻ വീഡിയോ എടുത്താണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം എല്ലാം എടുത്തിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുവാണ്. അസാധ്യ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയിൽ. അപ്പോളേ ഇതിനായിട്ട് നമ്മൾ 1 രൂപയുടെ കോയിൻ എടുക്കുക. ഇത് 1 രൂപയുടെ കോയിൻ തന്നെ വേണം, നിർബന്ധമാണ്. ചേച്ചി 5 രൂപയുടെ പോരെ, അല്ലെങ്കിൽ 10 രൂപയുടെ പോരെ, 20 രൂപയുടെ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ. 1 രൂപയുടെ വെള്ളി നാണയം തന്നെ നമുക്ക് ഈ കർമ്മം ചെയ്യാനായിട്ട് വേണം. അപ്പം ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വൈകുന്നേരം രാത്രിയിൽ
കിടക്കാൻ കയറും. കിടക്കാൻ കയറുമ്പോഴത്തേക്കും ബെഡിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ആദ്യം ഈ 1 രൂപ കോയിൻ നമ്മളൊന്ന് വെറുതെ വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് തുടച്ച് എടുക്കുക. എന്നിട്ട് ഈ 1 രൂപ കോയിൻ കയ്യിൽ പിടിച്ചിട്ട് നമ്മുടെ ആഗ്രഹം എന്താണാവോ ആ ആഗ്രഹം പറയുക. നമുക്ക് ഇഷ്ടദേവനോ ദേവിയോ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ വിളിച്ചിട്ട് നമ്മൾ അവരോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക. ആഗ്രഹങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ 1 രൂപ കോയിൻ നമ്മുടെ മുഖത്ത് 1, 2 ഇങ്ങനെ 3 പ്രാവശ്യം നമ്മുടെ മുഖത്ത് ഒഴിയുക. ഒഴിഞ്ഞതിന് ശേഷം ആ കോയിൻ എടുത്ത് നമ്മുടെ തലയാണയുടെ അടിയിൽ, പില്ലോയുടെ അടിയിൽ വെക്കുക. എന്നിട്ട് കിടന്ന് ഉറങ്ങുക. ഉറങ്ങിക്കഴിഞ്ഞിട്ട് നേരം വെളുത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ കോയിൻ തലയാണയുടെ അടിയിൽ നിന്ന് എടുത്ത് മാറ്റി എവിടെയെങ്കിലും ഭദ്രമായ സ്ഥലത്തത് കൊണ്ട് വെക്കുക. അപ്പോൾ 1-ാമത്തെ ദിവസത്തെ കാര്യം കഴിഞ്ഞു. 2-ാമത്തെ ദിവസവും വൈകുന്നേരം ഇതുപോലെ തന്നെ ചെയ്യുക. കിടക്കാൻ കയറുന്നു, കോയിൻ കഴുകി തന്നെ എന്നും കഴുകിയെടുക്കണം കേട്ടോ. കഴുകി ഒരു നല്ല ശുദ്ധായ ജലത്തിൽ കഴുകിയെടുക്കുക, കയ്യിൽ വെക്കുക. നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുക. അതിനുശേഷം മുഖത്ത് നമ്മുടെ 3 പ്രാവശ്യം ഒഴിയുക. അതിനുശേഷം പില്ലോയുടെ അടിയിൽ വെക്കുക, കിടന്നുറങ്ങുക. നേരം വെളുത്ത് എടുത്തിട്ട് നമ്മളതിനെ പില്ലോയുടെ അടിയിൽ നിന്ന് എടുക്കുക, ഭദ്രമായ ഒരു സ്ഥലത്ത് അതിനെ വെക്കുക. അങ്ങനെ 3 ദിവസം ചെയ്യുക. 4-ാമത്തെ ദിവസം നിങ്ങൾ ആ കോയിൻ എടുത്തിട്ട് അത് കഴുകിയിട്ട് നമ്മൾ പോകുന്ന അമ്പലം ഉണ്ടല്ലോ, നമ്മൾ ദിവസവും പോകുന്ന അമ്പലമൊക്കെ ഇല്ലേ, അവിടെ ചെന്നിട്ട് കഴുകണം കേട്ടോ കോയിൻ. അപ്പം ഈ കോയിന് ആ അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിന് വെളിയിൽ കാണിക്കവഞ്ചി കാണും. മതിൽക്കെട്ടിന് വെളിയിലുള്ള കാണിക്കവഞ്ചിയിലെ ഇതുകൊണ്ട് ഇടാൻ പാടുള്ളൂ. മതിൽക്കെട്ടിനകത്തുള്ള കാണിക്കവഞ്ചിയിലല്ല, മതിൽക്കെട്ടിന് വെളിയിലുള്ള കാണിക്കവഞ്ചിയിൽ ഇതിടുക. അതിനുശേഷം നിങ്ങൾ അകത്ത് കയറിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ ആഗ്രഹം സാധിച്ചു തരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം അമ്പലത്തിൽ നിന്നിറങ്ങി നമ്മൾ പോകുമല്ലോ. പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കി പോകരുത് കേട്ടല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കും. അതിനകത്ത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ 1 രൂപ കോയിൻ്റെ വേറെ അത് 1 രൂപ കോയിനില്ല, ഏത് കോയിൻ വേണേലും എടുക്കാം എന്നുള്ളതാണ്. അപ്പം ഇത് ആദ്യം കേൾക്കുമ്പോൾ പറയും ഇത് ഇട്ടതല്ലേ എന്ന് ചോദിക്കും. അല്ല, ഇത് വേറെയാണ്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഇത് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ എല്ലാവർക്കും ബായ്.